ഇറാന്റെ നേതാക്കൾക്ക് മുന്നിൽ ട്രംപും ശിങ്കിടികളും വാലും ചുരുട്ടിപ്പോയി എങ്കിലും ആണുങ്ങൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനെതിരായ പോരാട്ടത്തിൽ ചരിത്രപരമായ നേട്ടങ്ങൾ അവകാശപ്പെടുന്ന ഒരു വീഡിയോ സന്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരിക്കുന്നത്. വാൻസും അതുപോലെ അമേരിക്കയുടെ ആൾക്കാരുമൊക്കെ തിരിച്ചുപോയി എങ്കിലും ഇറാൻ എല്ലാ പരിപാടികളും അവസാനിച്ചു എന്ന് വിശ്വസിക്കേണ്ട. നടപടി ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ഇസ്രായേൽ തകർത്തുവെന്നും സന്ദേശത്തിൽ നെതന്യാഹു പറയുന്നുണ്ട്. ഇതിനു പുറമെ ഇറാനെതിരെയുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല, നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും നെതന്യാഹു. പക്ഷെ ചരിത്രപരമായ നേട്ടങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമായി പറയാൻ സാധിക്കുമെന്നാണ് ഹീബ്രുവിൽ പുറത്തിറക്കിയ വീഡിയോയിൽ നെതന്യാഹു പറയുന്നത്. ഇതിനു പുറമെ ഇറാൻ ഒരു ആണവായുധം വികസിപ്പിക്കുന്നതിന് വളരെ അടുത്തായിരുന്നതിനാലും പ്രതിദിനം 100 കണക്കിന് മിസൈലുകൾ നിർമ്മിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നതിനാലുമാണ് തങ്ങൾ ഈ പ്രവർത്തനം ആരംഭിച്ചത്. നീക്കം ചെയ്യേണ്ട 2 പ്രധാന ഭീഷണികളായിരുന്നു ഇവയെന്നും നെതന്യാഹു പറയുന്നു. മിസൈൽ നിർമ്മാണവും ആണവ പദ്ധതിയും ഭൂമിക്കടിയിൽ ഒളിപ്പിക്കാൻ ഖമേനി ആഗ്രഹിച്ചു. B-2 വിമാനങ്ങൾക്ക് പോലും അവിടെ എത്താൻ കഴിയില്ല. എന്നാൽ ഞങ്ങൾക്കത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല എന്നും നെതന്യാഹു അവകാശപ്പെടുന്നു. ഇറാന്റെ കൈവശം ഇപ്പോഴും 400 കിലോഗ്രാമിലധികം സമ്പുഷ്ട യുറേനിയം ഉണ്ടെന്ന് നെതന്യാഹു പറഞ്ഞു. നയതന്ത്ര നടപടികളിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ ഇത് നീക്കം ചെയ്യുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനിടെയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. ഇറാനും അതിന്റെ സഖ്യകക്ഷികളും ചേർന്ന് ഗാസയിൽ നിന്ന് ഹമാസും ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ സഖ്യ സൈന്യങ്ങൾ വഴി ഇസ്രായേലിനെ വളയാൻ ശ്രമിക്കുകയാണെന്ന് നെതന്യാഹു ആരോപിച്ചു. ഇറാൻ ഞങ്ങളെ തീജ്വാലകളുടെ വലയം സൃഷ്ടിച്ച് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു, എന്നാൽ ഞങ്ങൾ അവരെ ശ്വാസം മുട്ടിക്കുന്നു. ഇനിയും പലതും ചെയ്യാനുണ്ട്. ഇസ്രായേൽ ചരിത്രപരമായ നേട്ടങ്ങൾ കൈവരിച്ചതായി നെതന്യാഹു അവകാശപ്പെട്ടു. എങ്കിലും സൈനിക നടപടി ഉടനെയൊന്നും അവസാനിപ്പിക്കില്ല എന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇറാൻ ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ് എന്നാണ് നെതന്യാഹു കൂട്ടിച്ചേർത്തത്. ഇറാൻ US-ന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇസ്ലാമാബാദിൽ നടന്ന 20 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 2 രാജ്യങ്ങളും ഉടമ്പടിയിൽ എത്താതെ പിരിയുകയായിരുന്നു. US ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയെങ്കിലും ഇറാൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് JD വാൻസ് പറഞ്ഞു. ഹോർമസ് കടലെടുക്കും ഇറാനിയൻ ആണവ പരിപാടിയും പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്നു. എന്തായാലും 2 കൂട്ടരും നിരവധി വിഷയങ്ങളിൽ ധാരണയിൽ എത്തിയെന്നും എന്നാൽ 2-3 പ്രധാന വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നും അതുകൊണ്ട് ഒടുവിൽ ഒരു കരാറിലെത്താൻ സാധിച്ചില്ല എന്നുമാണ് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ബാഖായ് ഒരു പ്രസ്താവനയിൽ പ്രതികരിച്ചത്. ഇറാനിയൻ ജനതയുടെ അവകാശങ്ങളും താൽപര്യങ്ങളും നയതന്ത്ര സംവിധാനം പിന്തുടരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ ചർച്ചകൾ 40 ദിവസത്തെ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധത്തിന് ശേഷമാണ് നടന്നത്. അവിശ്വാസത്തിന്റെയും സംശയത്തിന്റെയും അന്തരീക്ഷത്തിലാണ് നടന്നത്. ഒരു കൂടിക്കാഴ്ചയിൽ നിന്ന് തുടക്കം മുതലേ ഒരു കരാറിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമല്ല. ആരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇസ്ലാമാബാദിൽ നടന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമാവുകയാണ്. ഇപ്പോൾ ചർച്ചകൾ വഴിമുട്ടിയതോടെ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാനിരുന്ന പാകിസ്ഥാന്റെ എണ്ണക്കപ്പലുകൾ യാത്ര ഉപേക്ഷിച്ചു മടങ്ങുന്നു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ മേഖലയിൽ സൈനിക നീക്കങ്ങൾ പുനരാരംഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാനിലേക്ക് പോകാനിരുന്ന പാകിസ്ഥാൻ നാഷണൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഷാലമർ, ഇറാഖിലേക്ക് പുറപ്പെട്ട എജിയോസ്, ഫെനൂറിയോസ് എന്നീ കൂറ്റൻ എണ്ണക്കപ്പലുകളാണ് അവസാന നിമിഷം യാത്ര നിർത്തിവെച്ചത്. എന്നാൽ മൊംബാസബി എന്ന മറ്റൊരു പാക് കപ്പൽ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ലോകത്തെ പ്രധാന ഇന്ധനക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞ 6 ആഴ്ചയായി ഇറാന്റെ കർശന നിയന്ത്രണത്തിലാണ്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ചൈനീസ് കപ്പലുകൾ ഉൾപ്പെടെ പല രാജ്യങ്ങളുടെയും ചരക്ക് നീക്കം നിലവിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.